ഗരുഡവന്ദനം എന്ന് പറഞ്ഞ് ഒരു വീഡിയോയിൽ ഒരു വന്ദന ചുവട് കാണിച്ചിരുന്നു, അതിൻ്റെ പിരിവും കാണിച്ചിരുന്നു. കൈത്തൾ അല്ലെന്ന് പറഞ്ഞാൽ കൈപ്പുറം കാണിച്ചിരുന്നു. പക്ഷേ ആ ചുവടിൻ്റെ തിരിവാണ് കാണിക്കുന്നത്. ഒരു ചുവടിന് ഒരുപാട് വശങ്ങളൊക്കെ ഉണ്ട്. അത് എന്താണെന്നുള്ളത് തീർത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരി, അതാ കാണിക്കാൻ പോകാം. അതിൻ്റെ ഉദ്ദേശം നമ്മുടെ മൂക്കടക്കി ഒരാൾ ഒരു ഇടിയിടിക്കുകയാണ്. ഇടിയെ എടുത്തെറിയുന്നതാണ്. ഒരാളിങ്ങനെ ഒരു തള്ളയാണ്, നമ്മളെ ഞങ്ങളിലേക്ക് തള്ളയാണ്, എടുത്തെറിയുന്നതാണ്. തലമുടിക്ക് പിടിക്കാൻ കൈയെടുക്കുകയാണ്, അത് എടുത്തെറിയുന്നതാണ്. അത് കഴിഞ്ഞ് ശംഖുപുഷ്പാർണത്തിലേക്ക് ആജ്ഞയായിട്ടിടിക്കാൻ എടുത്തെറിയാണ്. ചള്ളിക്കൊരു ഇടി ഇടിക്കുകയാണ്. അതാ നമ്മുടെ നാഭിക്കൊരു ഇടി ഇടിക്കുകയാണ്, എടുത്തെറിയാണ്. അടുത്ത് വളരെ കാഠിന്യമായ മർമ്മഭാഗത്താണ് ഇടിക്കുന്നത്. അപ്പം ഇത് ഈ കൈയെടുത്ത് ഇങ്ങനെ തട്ടുന്നതിൻ്റെ എന്തെല്ലാം ആശയങ്ങളുണ്ടോ ഇനിയുമുണ്ട്. അപ്പോൾ ഇതാണ് കാണിക്കുന്നത്. അല്ലാതെ ഇത് പാവന് പടത്തുന്നതിലേക്കും ഇത് കുമ്പളം പടത്തുന്നതിലേക്കും അല്ല ഈശ്വരൻ നമുക്ക് ഈ കൈ തന്നിട്ടുള്ളത്. ഈ കൈ എടുക്കുന്നതിൻ്റെ ആശയങ്ങളാണ്. ഒരാൾ സ്നേഹമായിട്ട് വന്ന് നമ്മളെ അതിങ്ങനെയാണ് തള്ളുന്നത്. ഒരാൾ സ്നേഹമായിട്ട് വന്ന് തൊട്ടാൻ കൈയെടുക്കുകയാണ്, മൂക്കടക്കി ഇടിക്കുകയാണ്, നമ്മുടെ കണ്ണിലിങ്ങനെ കുത്തയാണ്, അതിനൊഴിയുകയാണ്. തലമുടിയെ ഇങ്ങനെ വന്ന് സ്നേഹമായിട്ടൊന്ന് പിടിച്ചിട്ട് അത് അങ്ങനെ പിടിക്കാൻ കിട്ടില്ല. ഇതെല്ലാം ശാതി പ്രയോഗങ്ങളാണ്. ഒരാൾ വന്ന് ഷർട്ടിൽ ഇങ്ങനെ തൂക്കിയെടുക്കുകയാണ്, അതുപോലെ കുത്തിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ എടുക്കുന്ന കൈ വരുമ്പോൾ ആ കൈയുടെ എല്ലാ കൈയുടെയും വശങ്ങൾ ഇതാണ്. അപ്പോൾ എടുക്കുന്ന കൈയുടെ, അതായത് ഭീമൻ വഴിയും വാല് വഴിയും എന്ന് പറയും. ഇത് വലുതാക്കാനുള്ള മുറയാണ്, വലുതാക്കാനുള്ള മുറയാണ്. അത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്നെ അടിക്കരുത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് മാറണമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ പിരിവ് കൈത്തല്ലും അങ്ങനെ കാണിച്ചിരുന്നു.